സർ ഈ എലിട്രിച്ച് അക്കാദമി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഐ.ടി കമ്പനീസും കൂടി നടത്തുന്ന ടാലന്റ് പൂൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഈ ടാലന്റ് പൂൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം എലിട്രിച്ച് അക്കാഡമിയും പല ഐ.ടി ഫേമുകളുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ പോലെ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം ഇത് ആക്ച്വലി ഒരു സൊല്യൂഷനാണ്. ബേസിക്കലി ഐ.ടി കമ്പനികളും അതുപോലെ എലിട്രിച്ച് അക്കാഡമിയുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള എലിട്രിച്ച് ടെക്നോളജീസ് അടക്കമുള്ള ഐ.ടി കമ്പനികൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു 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 ഇഷ്യൂ, ഒരു പ്രോബ്ലമാണ് ഈ പ്രോപ്പർ ടാലൻറ്റിൻ്റെ ഒരു ഷോർട്ടേജ്. അത് ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ജോബ് റെഡി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ഷോർട്ടേജ് എന്ന് പറയുന്നത് ഇതൊരു ജനറൽ പ്രോബ്ലമാണ്, ഒരു 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 സിസ്റ്റമിക് ഇഷ്യൂ എന്നൊക്കെ പറയുന്ന പോലെ. അതേസമയം തന്നെ കാൻഡിഡേറ്റ്സിന്, ഈ ആസ്പയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജോലികൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രോബ്ലം അപ്പുറത്ത് വേറെയുണ്ട്. ഇതേ പ്രോബ്ലം തന്നെ കോളേജുകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമിക് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ട് ആ ഒരു പ്രോബ്ലം ഉള്ളതാണ്, മുന്നേ ഉള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ്ലി ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പറ്റുന്നതല്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ എലിട്രിച്ച് ടെക്നോളജീസിനെ അല്ലെങ്കിൽ എലിട്രിച്ച് അക്കാഡമിയെ സംബന്ധിച്ച് കുറച്ചധികം ഐ.ടി കമ്പനികളുമായിട്ടുള്ള നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് നമ്മൾ അങ്ങോട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാഫിംഗ് സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള പല സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വിഷയം, അപ്പോൾ അക്കാഡമിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അക്കാഡമി ആക്ച്വലി ഒരു മെൻറ്റർഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷണൽ പ്രോഗ്രാംസ് ആണ് എലിട്രിച്ച് അക്കാഡമിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ, അതിൽ ലേണിംഗ്, അതായത് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പാരലലി നടന്നു പോകുന്ന ഒരു ബൂട്ട് ക്യാമ്പ് മോഡലിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും, ഇപ്പോൾ ടെക്നോളജി സ്കിൽ സെറ്റുകൾ മാത്രമല്ല, ടെക്നോളജി സ്കിൽ സെറ്റുകൾ ഇപ്പോൾ ഈ ആസ്പയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത്രതല്ല. ഇന്ന് ഒരുപാട് AI ടൂളുകളുണ്ട്, ഒരുപാട് കണ്ടൻറ് അവൈലബിൾ ആണ്. അത് പഠിക്കുക എന്നുള്ള അത്ര വലിയ വിഷയമല്ല. പക്ഷെ ഒരു മെൻറ്റർഷിപ്പ്, അവരെ കൈ പിടിച്ച് കൊണ്ടുവന്ന് ഈ ആവശ്യമുള്ള എല്ലാ എലമെൻറ്റുകളും കമ്പോണൻറ്റുകളും, ഈ ടെക്നിക്കൽ സ്കില്ലുകളാണെങ്കിലോ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സ്കില്ലുകളാണെങ്കിലോ ഒരു ടീം പ്ലേ സ്കില്ലുകളാണെന്നുണ്ടെങ്കിലോ അതുപോലെ ഡിപ്ലോയ്മെൻറ്റുകൾ, ബെസ്റ്റ് പ്രാക്ടീസസ്, പല കാര്യങ്ങൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗുമായി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 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 കൊളാബറേഷൻ, ടീം കൊളാബറേറ്റീവ് ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുക, അതിൻ്റെ ഡിഫറെൻറ്റ് ടൂളുകൾ, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ട്രെല്ലോ, ജിറ, അങ്ങനെയുള്ള പല ടൂളുകളിലേക്കുള്ള എക്സ്പോഷറുകൾ, അതിൻ്റെ അജൈൽ രീതിയിലുള്ള ഇപ്പോൾ സ്പ്രിൻറ്റ് പ്ലാനിങ്, എപ്പിക്കുകൾ, സ്പ്രിൻറ്റ്സ്, ഡെയിലി സ്ക്രം, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പോഷർ കിട്ടാനുള്ള ഏരിയകൾ ഈ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഇതെല്ലാം അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അവർ ഡേ 1 തൊട്ട് പ്രൊഡക്റ്റീവ് ആവും അടുത്ത കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ. ഈ ഫ്രഷ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഐ.ടി ഫേമുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് അതാണ്. അവർക്ക് ഈ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ട് ഐ.ടി കമ്പനികൾക്ക് കുറച്ച് സമയം പിടിക്കും ഒരു പ്രൊഡക്റ്റീവ് ആവാൻ. ഇപ്പോൾ സാധാരണ ഒരു Tier 1 അല്ലാത്ത കമ്പനികളെ സംബന്ധിച്ച് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓൾറെഡി ഈവൻ Tier 1 കമ്പനികൾക്കാണെങ്കിലും പെട്ടെന്ന് പ്രോജക്റ്റ് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്, എന്നാൽ കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ശരിക്കും ഇപ്പോൾ എലിട്രിച്ച് അക്കാഡമി പല ഐ.ടി കമ്പനികളുമായി ചേർന്ന് ഈ ഒരു ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പൂളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അപ്പോൾ നമ്മളുടെ ഒരു പാർട്ട്ണർ നെറ്റ്വർക്കാണ് എലിട്രിച്ച് അക്കാഡമിയുടെ വലിയൊരു പാർട്ട്ണർ നെറ്റ്വർക്ക് ഉണ്ട് ഐ.ടി കമ്പനികളുമായിട്ട്. അവരെല്ലാമായി അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു സൈഡിൽ ഐ.ടി കമ്പനി ഉണ്ടാവും, ഒരു സൈഡിൽ അക്കാഡമി ഉണ്ടായിരിക്കും. ഇത് രണ്ടുപേരും കൂടി ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആസ്പയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കില്ലുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നം. അതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ.